ഹലോ ഗൈസ്, അപ്പൊ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ എന്റെ ശബരിമല വീഡിയോ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ അത് 20K വ്യൂസ് അടുത്ത് ആയിട്ടുണ്ട്. അപ്പൊ അതിലൊരുപാട് കമന്റ് ഉണ്ടായിരുന്നു. സീസൺ അല്ലാത്ത ടൈമിലെ ശബരിമല വനപാതയുടെ രാത്രിയിലത്തെ ഭീതിപ്പെടുത്തുന്ന കാഴ്ചയിൽ ഇനി വേറെ റോഡുകളും കാണിക്കാൻ പറ്റുമോ എന്ന് കമന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തത് ലാഹ ടു എരുമേലി ശബരിമല ഹൈവേ ആണ്. പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷന്റെ അവിടെ നിന്ന് സീതത്തോടോട്ട് പോണ ഒരു റോഡുണ്ട്. വിജനമായ ആ റോഡിലൂടെ ഇന്നൊന്ന് യാത്ര ചെയ്ത് നോക്കാം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കുറെ പേർക്കുള്ള ഡൗട്ടായിരുന്നു എങ്ങനെയാണ് ഈ ഡ്രൈവിങ്ങും വീഡിയോ പിടുത്തവും കൂടി ഒരുമിച്ച് നടക്കുന്നത്. ഡ്രൈവിംഗ് സീറ്റിന്റെ ഇപ്പുറത്തെ സൈഡിൽ ട്രൈപോഡി ക്യാമറ ഫിക്സഡ് ആണ്. ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിലും എല്ലാം ഓട്ടോമാറ്റിക് റെക്കോർഡ് ആയിക്കോളും. ആലപ്പുഴ ചങ്ങനാശ്ശേരി സൈഡിൽ നിന്ന് വരുമ്പോൾ നമ്മൾ എരുമേലിക്ക് 2 കിലോമീറ്റർ മുമ്പ് ഈ കുരിശടിന്റെ അവിടെ നിന്ന് മുകളിലോട്ടുള്ള കയറ്റത്തിലൂടെയാണ് നമ്മൾ ഇന്ന് വനപാതയിലോട്ട് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ യാത്ര ചെയ്ത അതേ പ്ലാപ്പള്ളിയായി ഈറ്റക്കാട്ടിലെ വഴിയിലൂടെയാണ് ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുവാണേ. അപ്പോൾ നമുക്കിനി മുന്നോട്ടുള്ള യാത്ര തുടങ്ങാം. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, കാട് കയറിയവർക്കറിയാം യഥാർത്ഥ അവസ്ഥ എന്താണെന്ന്, ഞാൻ വെറുതെ തള്ളുന്നതാണ്. ആ ബ്രോയിനോടൊരു കാര്യം പറയാം. ഞാൻ എൻ്റെ ക്യാമറയിൽ റെക്കോർഡാകുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. ശരിക്കും ഭീതിപ്പെടുത്തുന്ന ഒരു വഴി തന്നെയാണ് ഇത്. ശബരിമല സീസൺ അല്ലാത്ത സമയത്ത് ഇവിടെ വേറെ ഒരു വണ്ടി പോലും കാണത്തില്ല. അപ്പോൾ നമ്മൾ ആ ഈറ്റയുള്ള റോഡ് വന്ന് ഇറങ്ങുന്നത് ശബരിമല ഹൈവേയിലോട്ടാണ്. ഇവിടെ നിന്ന് റൈറ്റ് എടുക്കുമ്പോഴത്തേക്കും പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട്. ആ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ഒരു 50 മീറ്റർ കഴിഞ്ഞിട്ട് ഒരു ലെഫ്റ്റ് ഉണ്ട്. ആ ലെഫ്റ്റിലൂടെയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര. ആ റോഡ് ഒരുപാട് തിക്കായിട്ടുള്ള ഫോറസ്റ്റ് അല്ല, കുറച്ച് ഡ്രൈ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് 2 സൈഡും കുറച്ച് വിസിബിളാണ്. എന്ന് വെച്ചാൽ ഒരു ആനയോ കാട്ടുപോത്തോ ഒക്കെ നിൽപ്പുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കൂട്ടി കാണാൻ പറ്റും. പക്ഷേ നിലക്കൽ ശബരിമല ഹൈവേയിൽ വളവ് കൂടുതലായിട്ട് നമ്മൾ വളഞ്ഞു ചെല്ലുന്ന ആനയുടെ മുമ്പിലോട്ടായിരിക്കും. അതൊക്കെ വീഡിയോയുടെ പുറകെ വരുന്നുണ്ട്. ഈ റോഡിലും നല്ല ഭീകരതയാണ്, നല്ല ഇരുട്ടാണ്, ഒരു സ്ട്രീറ്റ് ലൈറ്റോ ഒന്നുമില്ല. ഈ റോഡ് വഴി ചിലപ്പോൾ ചെറിയ പിക്കപ്പോ മറ്റോ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് അച്ചൻകോവിൽ, പത്തനാപുരം, കുമളിയൊക്കെ പോകുന്നൊരു റൂട്ടായതുകൊണ്ട് എപ്പോഴും വണ്ടിയൊന്നും വരത്തില്ല. റെയറായിട്ട് വല്ല വണ്ടിയും വന്നാൽ വന്നു. പിന്നെ ഈ റോഡ് വഴിയാണ് നമ്മൾ സീതത്തോടും ആങ്ങമൂഴിയും എല്ലാം പോകുന്നത്. ഞാൻ ഇതുവഴി ഒരുപാട് വട്ടം യാത്ര ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ പോകുന്നത്. കാര്യം എനിക്ക് ഇവിടുത്തെ വഴികളും എല്ലാം അറിയാം. ആ നേരെയുള്ള റോഡിൻ്റെ എൻഡാണിത്. ലെഫ്റ്റിലോട്ട് നമ്മൾ നിലക്കൽ പള്ളി പോകുന്നതും റൈറ്റിലോട്ട് സീതത്തോട്, അതായത് ഗവി ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഒക്കെ അങ്ങോട്ട് പോകുന്ന റോഡാണ് റൈറ്റ് സൈഡിലോട്ട് പോകുന്നത്. അപ്പോൾ ആ റോഡിൽ സൈറ്റിങ്സ് ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ നേരെ കഴിഞ്ഞ വീഡിയോയിലുള്ള അതേ റോഡിൽ വന്നു, ശബരിമല നിലക്കൽ റോഡ്. ഇപ്പം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന ലാഹ സൈഡിലാണ്, അതായത് ശബരിമല സൈഡിൽ നിന്നും നമ്മൾ പത്തനംതിട്ടയിലോട്ട് പോകുന്ന ഒരു റോഡാണ്. നട തുറക്കുമ്പോൾ മലക്ക് വരുന്ന പലരും പത്തനംതിട്ട സൈഡിൽ നിന്ന് ഈ വഴിയായിരിക്കും വരാറുള്ളത്. ഞാൻ പലവട്ടം ഇതുവഴി വന്നിട്ടുണ്ടെങ്കിലും ഒരു വട്ടമേ ഞാൻ ഈ റോഡിൽ ആനയെ കണ്ടിട്ടുള്ളൂ. അത് ബുള്ളറ്റിൽ വരുമ്പോഴായിരുന്നു. പക്ഷേ ബുള്ളറ്റിൻ്റെ ഒച്ച കേട്ടപ്പോഴേ ആന ഓടി കയറിപ്പോയി. അന്ന് ക്യാമറയിലൊന്നും എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയൊന്നുമില്ല. ആനയുടെ വിഷ്വൽസൊക്കെ പുറകെ വരുന്നുണ്ട്. ഇന്ന് ഞാൻ ആനയെ കണ്ടത് അതൊരു 1.5 കാഴ്ച തന്നെ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് സൈറ്റിങ്സ് കിട്ടിയത്. ഒരു കൂട്ടം മ്ലാവുകൾ, ഒരു ഏരിയ മൊത്തം മ്ലാവ്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ഇത് മ്ലാവല്ല, മ്ലാവിന് ശിഖരം പോലത്തെ കൊമ്പുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത് മ്ലാവ് തന്നെയാണ്. ഫീമെയിൽ മ്ലാവിന് കൊമ്പ് കാണില്ല, മെയിൽ മ്ലാവിനാണ് കൊമ്പ് കാണാറ്. ഒരുവിധപ്പെട്ട മ്ലാവുകളുടെ എല്ലാം കഴുത്തിലൊരു മുറിവുണ്ടാകും. അത് ഞാനും ആദ്യം വിചാരിച്ചിരുന്നത് കടുവയോ പുലിയോ ഒക്കെ പിടിക്കുമ്പോൾ രക്ഷപ്പെട്ടു വരുന്നതാണെന്ന്. ഇപ്പോഴാണ് അതെനിക്ക് എന്താണെന്ന് മനസ്സിലായത്. എനിക്ക് കിട്ടിയ അറിവ് ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാം. ഈ മ്ലാവിൻ്റെ കഴുത്തിൽ കാണുന്ന മുറിവ് സോർ സ്പോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. മേറ്റിംഗ് ടൈം ആകുമ്പോൾ മ്ലാവിൻ്റെ കഴുത്തിന് ചുറ്റുമുള്ള രോമങ്ങളൊക്കെ പോയി അവിടെ ചെറിയൊരു മുറിവ് രൂപപ്പെടും. ഈ മുറിവിൽ നിന്ന് വരുന്ന ദ്രാവകം അതിനെ മേറ്റിങ്ങിന് സഹായിക്കും. ഇത് ജോർജ് സ്കല്ലർ എന്ന് പറഞ്ഞ ഒരു ബയോളജിസ്റ്റാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. നിങ്ങളിനി അഡൽട്ടായിട്ടുള്ളൊരു മ്ലാവിനെ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അതിൻ്റെ കഴുത്തിൽ മിക്കവാറും ഒരു മുറിവ് കാണും. അതിൽ പുഴുക്കളും, ചിലപ്പോൾ മൈന വന്നിരുന്ന ആ പുഴുക്കളെ തിന്നുന്നത് കാണാം. ഈ മൈനറായിട്ടുള്ള മ്ലാവ്, ചെറിയ മ്ലാവുകൾക്കൊന്നും അത് കാണത്തില്ല. അഡൽട്ടായിട്ടുള്ള മ്ലാവിനാണ് ഇത് കാണാറ്. ഈ കാണുന്ന മ്ലാവിൻ്റെ കഴുത്തിലോട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. കണ്ട, അവിടെ ഒരു മുറിവ് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് കിട്ടിയ അറിവ് ഞാൻ നിങ്ങളിലോട്ടും കൂടി ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പം മ്ലാവുകളുടെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് യാത്ര തിരിക്കുമ്പോഴാണ് ഒരു കൂട്ടം മ്ലാവ് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. പിന്നെ നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ അവിടെ വണ്ടി നിർത്തി കൊടുത്തു. അവർ റോഡ് ക്രോസ് ചെയ്ത് പോയി. അതിനുശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി.
അങ്ങനെ മുന്നോട്ടുള്ള യാത്രയിൽ പെട്ടെന്ന് എന്തോ പോകുന്നത് കണ്ടു. പക്ഷെ നല്ല തണുപ്പുള്ളതുകൊണ്ട് ഗ്ലാസ് പെട്ടെന്ന് ബ്ലറായി. അപ്പം ഞാൻ വൈപ്പർ ഇട്ട് നോക്കിയപ്പോഴാണ് കണ്ടത് ഒരു മുള്ളമ്പന്നിയായിരുന്നു. പക്ഷെ ആ ഗ്ലാസ് ബ്ലറായതുകൊണ്ട് കറക്റ്റ് അതിനെ ഫോക്കസ് ചെയ്തെടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ വീണ്ടും യാത്ര തുടങ്ങുക. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. ഞങ്ങളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരുന്നപ്പം ഒരു കാറ് കണ്ട്, കുറച്ച് കോളേജ് പിള്ളേർ. അപ്പം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ആന നിൽക്കുന്നു മുകളിൽ, ഇതേ കണ്ടില്ലേ, ഞങ്ങളെ ഒന്ന് അങ്ങോട്ട് ആക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞാൽ എൻ്റെ പുറകെ വന്നോന്നും പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ചിട്ട് ഇവരെ കൊണ്ടാക്കി. സത്യം പറഞ്ഞാൽ അവർ പേടിച്ചിട്ട് മുന്നോട്ട് പോകാതെ അവിടെ നിന്നെയാണ്. അങ്ങനെ അവരെ കൊണ്ടാക്കിയിട്ട് നമ്മൾ തിരിച്ച് പോകുവാണ്. അങ്ങനെ ഇവിടെ നിന്ന് നേരെ എരുമേലി പോയിട്ട് അവിടെ നിന്ന് നാട്ടിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പം വല്ല സൈറ്റിങ്സും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങോട്ട് പോകുമ്പോഴാണ് ഈ ഒരു ബോർഡ് ഇങ്ങനെ വായിച്ചിട്ട് വണ്ടി അങ്ങോട്ട് പോകുകയല്ല, ഞെട്ടിപ്പോയി. പെട്ടെന്നായിരുന്നു ഒരു വളവി രാജാവിൻ്റെ എൻട്രി. നമ്മളിങ്ങനെ ആനകളെ കാണുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് വണ്ടി ഏത് പൊസിഷനിലാണോ നമ്മൾ അതിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയത് അങ്ങനെ തന്നെ നിൽക്കുക. നമ്മുടെ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാണെങ്കിൽ ഓഫാക്കാതിരിക്കുക, ലൈറ്റ് ബ്രൈറ്റ് ആണെങ്കിൽ അത് ഡിം അടിക്കാതിരിക്കുക, ഹോൺ അടിക്കാതിരിക്കുക. ആനയെ കണ്ട് പാനിക്കായി പേടിച്ച് റിവേഴ്സ് ഇടാനോ വളക്കാനോ നിന്നാൽ അത് ചാർജ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിക്ക് ഒരുപാട് വട്ടം ഫോറസ്റ്റ് റൈഡ് നടത്തിയ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ വണ്ടി അനക്കാനോ ലൈറ്റ് ഡിമ്മോ ബ്രൈറ്റോ അടിക്കാനോ ഒന്നും നിന്നില്ല. ഞാൻ എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെ ഞാൻ നിന്ന്, ഒരു മൂവ്മെൻറ്റ് പോലും ഉണ്ടാക്കാതെ. അതുകൊണ്ടാണ് ആന മൈൻഡ് ചെയ്യാതെ നിന്ന് കഴിക്കുന്നത്. പക്ഷേ എൻ്റെ വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ് വന്നാൽ ആനയുടെ സ്വഭാവം ചിലപ്പോൾ മാറിയേക്കാം. നിങ്ങൾ കണ്ടോ ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് അത് വണ്ടിയുടെ നേരെ ഒരു വരവുണ്ട് നടന്ന്. എത്ര ധൈര്യമുള്ളവനാണേലും വണ്ടിക്ക് നേരെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഉള്ളിലൊരു ഭയം ഉണ്ടാവും. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്കറിയാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇവിടെ നിന്ന് കുറച്ച് പുല്ലും പറിച്ച് വായി വെച്ച് വണ്ടിക്ക് നേരെ ഒരു വരവ് വന്നായിരുന്നു. മനസ്സിലിങ്ങനെയൊക്കെ തോന്നും, റിവേഴ്സ് ഇടാം, ഇല്ല സൈഡിൽ കൂടി പോവാം, അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. പിന്നെ ചിലരൊക്കെ ഉണ്ട് ഡോറ് തുറന്ന് ആനയുടെ വീഡിയോ എടുക്കാൻ നോക്കുക, ആനയെ പ്രകോപിപ്പിക്കുക, വണ്ടിയിലിരുന്ന് ഒച്ചത്തി സംസാരിക്കുക. കാടിനൊരു നിയമമുണ്ട്, അത് നമ്മൾ പാലിച്ചാൽ നമുക്ക് ഒരു അപകടവും വരത്തില്ല. ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം മെമ്മറി ഫുള്ളായിപ്പോയി. കാര്യം അത്ര നേരം ആന ഫ്രണ്ടിലുണ്ടായിരുന്നേ, ഒരു 5-6 മിനിറ്റോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞുണ്ടായ ഒരു സംഭവം എനിക്ക് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. നേരെ വന്ന് ബോണറ്റിൽ തൊട്ട് നോക്കിയിട്ട് നേരെ കാട്ടിലോട്ട് കയറിപ്പോയി. ഉപദ്രവിക്കാനോ ഒന്നും നിന്നില്ല, കാരണം നമ്മൾ പ്രശ്നക്കാരല്ല എന്ന് മനസ്സിലായി. ആ ബോണറ്റിൽ തൊടാൻ വരുന്ന സമയത്ത് നമ്മൾ പാനിക്കായിട്ട് വണ്ടി മൂവ് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ചാർജ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. ആന വണ്ടിയുടെ അടുത്തെത്തി വണ്ടിയിൽ ടച്ച് ചെയ്താൽ പോലും വണ്ടി മൂവ് ചെയ്യാതിരിക്കുക. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചാർജിങ് ഉണ്ടാകും. ഈ ആന ഒരുപാട് വണ്ടിയും മനുഷ്യന്മാരെയൊക്കെ കണ്ട ആനയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ നേരെ ഒരു മോക്ക് ചാർജോ ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടി കണ്ടത് കയറിപ്പോകുകയോ ചെയ്യേണ്ടതാ. ഇത് ഇത്രയും നേരം മുന്നിൽ നിൽക്കണമെങ്കിൽ ഇതിവിടെ ഒരുപാട് വണ്ടികളുടെ മുമ്പിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ആനയാണ്. ഇപ്പം പലരും ചിന്തിക്കുന്നുണ്ടാവും, പുറകിൽ ആവശ്യത്തിന് സ്പേസ് ഉണ്ടല്ലോ, എനിക്ക് എടുത്ത് പോയിക്കൂടെ എന്ന്. ആനക്ക് തിരിയാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മളിവിടെ ഗിയർ ഇടുമ്പോഴേ ആ സൗണ്ട് വരെ അതിന് കേൾക്കാം. കാഴ്ചശക്തി കുറവാണേലും ആനക്ക് ശ്രവണശക്തി വളരെ കൂടുതലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഏജ്ഡ് അല്ലാത്തൊരു കൊമ്പനാണ്. ഈ ആനക്കൂട്ടത്തിൽ നിന്നും പുറത്താക്കുമല്ലോ, ആ ഒരു ഏജാണെന്ന് തോന്നുന്നു അതിനെ കണ്ടിട്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, ഒരു ആനക്കൂട്ടത്തിലുള്ള കുട്ടിക്കൊമ്പൻ പ്രായപൂർത്തിയാകുമ്പോഴത്തേക്കും അവിടുത്തെ വലിയ പിടിയാനകൾ അതിനെ ഓടിച്ചു വിടും. കാര്യം സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ മേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിനെ ഓടിച്ചു വിടും. ആ സമയത്താണ് ഇതിങ്ങനെ ഒറ്റക്ക് കാട്ടിലൂടെ ഇങ്ങനെ റോഡിലും കാട്ടിലും ഒക്കെ ഇങ്ങനെ നടക്കുന്നത്. അതാണ് ഈ കൊമ്പനാനകളെ നമ്മൾ ഒറ്റക്ക് കാണാറ്. ഇത് ഒരുവിധപ്പെട്ടവർക്കെല്ലാം അറിയായിരിക്കും, ഞാൻ അറിയാത്തവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കുവാണ്. അങ്ങനെ ഇത് മേറ്റിംഗ് ടൈം ആകുമ്പോൾ ഏതെങ്കിലും വേറെ ആനക്കൂട്ടത്തിൽ നിന്ന് ഹീറ്റായിട്ടുള്ളൊരു പിടിയാനയുമായിട്ട് ഇവർ ആ സമയത്ത് ഒരുമിച്ചായിരിക്കും നടക്കുക. ഈ വരവാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പുല്ലും പറിച്ച് വണ്ടിക്ക് നേരെ ഒരു വരവ് വന്നു. പക്ഷെ ആൾ തിന്നുന്ന മൈൻഡിലാണ്. അപ്പം ഞങ്ങളും ഡിസ്റ്റർബൻസ് ചെയ്യാൻ നിന്നില്ല, തിന്നിട്ട് എപ്പോൾ കയറി പോകുമോ അപ്പം നമ്മൾ പോകും. ഇപ്പോൾ ഏകദേശം ഒരു വെളുപ്പിന് 3 മണി സമയമായിട്ടുണ്ട്. പക്ഷേ രാവിലെ ഒരു 7 മണിക്ക് ശേഷം ഈ റോഡിൽ ഒരുപാട് വണ്ടി കാണും. കാരണം ലാഹയിൽ ഒരു ട്രൈബൽ സെറ്റിൽമെൻ്റ് ഉണ്ട്, പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അവിടെ കുറച്ച് വീടുകളുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബൈക്കിൽ പോകും. രാത്രി ഈ ഒരു കാടിൻ്റെ അവസ്ഥ ഇതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, മൂന്നാറും വയനാടും ചിന്നാറൊക്കെ നമ്മൾ പോകുമ്പോൾ ലോറിയും വണ്ടിയും ബസ്സും എല്ലാം നമുക്ക് റോഡിൽ കൂടി ഇങ്ങനെ പോകുന്ന കാണാം. അപ്പം നമുക്ക് ആനയുണ്ടെങ്കിലും കാട്ടുപോത്തുണ്ടെങ്കിലും ഈ വണ്ടിയുടെയും മനുഷ്യരുടെയൊക്കെ പ്രസൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും ഭയം വരില്ല. പക്ഷേ ഈ ഒരു കാട്ടിൽ നമ്മൾ വണ്ടിയുമായിട്ട് കയറിപ്പോയാൽ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ.
പിന്നെ എങ്ങാനും ഒരു വണ്ടി വന്നാൽ വന്നെന്ന് പറയാം. ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ, ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും റോഡ് കാണിച്ചിട്ടും ഈ ആനയുടെ മുന്നിൽ ഇപ്പോൾ ഇത്രയും നേരം നിന്നിട്ടും ഓപ്പോസിറ്റോ പുറകിലോ ഒരു വണ്ടി പോലും വന്നില്ലല്ലോ. അതാണ് ഈ ഒരു കാടിൻ്റെ രാത്രിയിലത്തെ ആ ഭീകരത. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോഴാണ് ഒരാൾ പറഞ്ഞത് തള്ളാന്ന്. നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ, എന്നാലും പോസിറ്റീവായിട്ട് കമൻ്റ് ഇട്ട് ഒരുപാട് പേരുണ്ട്, അവർക്കെല്ലാം ഒരുപാട് നന്ദി. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്നെ അറിയിക്കണേ. ചിലർ ചോദിക്കും എനിക്ക് ഭ്രാന്താണോ എന്ന് ഇങ്ങനെയൊക്കെ പോകുന്നതിന്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ചിലർക്ക് സ്പോർട്സിനോടാകാം, ചിലർക്ക് മറ്റെന്തിനോടെങ്കിലും ആകാം. അതേപോലെ എനിക്ക് പ്രകൃതിയോടും വന്യമൃഗങ്ങളോടും ഒക്കെയാണ് ചെറുപ്പം തൊട്ട് ഇഷ്ടം. പിന്നെ എനിക്ക് പെറ്റ്സിനെ വളർത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് എനിക്ക് താല്പര്യം. ഇപ്പോൾ എന്നെപ്പോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരും പ്രകൃതിയെ സ്നേഹിക്കുന്നവരും വന്യമൃഗങ്ങളെ സ്നേഹിക്കുന്നവരൊക്കെ ഒരുപാട് പേര് കാണും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു പോസിറ്റീവ് കമൻറ്റ് എനിക്ക് ഉണ്ടാകുമെന്നൊരു വിശ്വാസമുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊരു കമൻറ്റാണ്, റീച്ച് കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നതെന്ന്. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷത്തിന് മുകളിലായി. ഇതുവരെക്കും എനിക്ക് 3000 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഞാൻ റീച്ച് കൂട്ടാനായിട്ടൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും. ഇപ്പം ഞാൻ തന്നെ ആദ്യം ഓരോരുത്തരടുത്ത് പറയുമായിരുന്നു എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. പക്ഷെ അവർ നമ്മുടെ വീഡിയോ കാണണമെന്നില്ല. കാരണം അവർക്ക് ചിലപ്പോൾ നമ്മുടെ കണ്ടൻറ്റിനോട് താല്പര്യം കാണില്ല. പക്ഷേ ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയുവാണ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടൻറ്റും പ്രകൃതിയും മൃഗങ്ങളൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനത്തെ വീഡിയോ കാണുന്നത്. അതുകൊണ്ട് റീച്ച് കൂട്ടാനല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്, ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. വേറൊരു കമൻ്റ് ഉണ്ടായിരുന്നു, എനിക്കിതുവരെക്കും ഇങ്ങനത്തെ ഒരു കാഴ്ച അവിടെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ കണ്ടത് ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നവർ കണ്ടു എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അങ്ങനെ ആന പോയി കഴിഞ്ഞ ഭാഗമൊന്നും കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മെമ്മറി ഫുള്ളായിപ്പോയി. പിന്നെ വേഗം തന്നെ യാത്ര തിരിച്ചു. വേറൊന്നുമല്ല, നല്ല രീതിയിൽ കോട ഇറങ്ങാൻ തുടങ്ങി. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ കോട കൂടിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും ബൈ.